അസ്സലാമു അലൈക്കും. താലീമിനും മറ്റു മോമിനികളും കേൾക്കാൻ വേണ്ടി ഇപ്പോൾ ഇൻഷാല്ലാ അടുത്ത് ഏപ്രിൽ 1 വരിക. ഏപ്രിൽ ഫൂൾ എന്നൊക്കെ പേരും എന്ത് പറഞ്ഞാലും മുസ്ലിമാ മനുഷ്യൻ മുഅ്മിനാണോ മുസ്ലിമാണോ ശ്രദ്ധിക്കണം. ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ അല്ലേ? അള്ളാഹു പൊരുത്തപ്പെട്ടതല്ലാത്തതിലേക്ക് തുനിയരുത്, പൊരുത്തപ്പെട്ടത് മാത്രം. ഏപ്രിൽ ഫൂൾ എന്ന പേരിൽ നൂറുകണക്കിന് കളവുകൾ പറയും. മുഅ്മിനീകളാകുന്ന ആളുകൾ അത് കേട്ട് ഞെട്ടുകയും ബേജാറാവുകയും പേടിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടാവലുണ്ട്. ഒരു മുഅ്മിനീങ്ങൾ ഒരു കുട്ടി പോലും അങ്ങനെ സംസാരിക്കരുത്, കളവ് പറയരുത്. ഇല്ലാത്ത കളവ്, അള്ളാഹു പൊരുത്തപ്പെടാത്ത കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരൻ മുനാഫിഖുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു തന്നെ നമ്മളെ ഓമനപ്പേര് വിളിച്ച് പറഞ്ഞ സംഭവമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ മിനസ് സ്വാദിഖീൻ. മുഅ്മിനീങ്ങളെ നിങ്ങൾ സത്യം പറയണേ, അക്കൂട്ടത്തിലെ നിങ്ങൾ പാടാവൂ, നിങ്ങൾ കൂടാവൂ എന്ന് പലതവണ അള്ളാഹു തആല ഖുർആനിൽ മുഅ്മിനീങ്ങളെ വിളിച്ചോതുണ്ടായി. അപ്പൊ അതുകൊണ്ട് കളവ് ഒരു സമയത്തും കളവ് പറയരുത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില സമയങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നും നമ്മൾ കളവ് പറഞ്ഞു പോകാതെ. കളവ് പറഞ്ഞാൽ അള്ളാഹു തആല കള്ളന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും. കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഭക്ഷണത്തിന്റെ രീതികൾ. നാളെ ദുബായ് എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി തഖ്ദീമുൽ ഫവാക്കിഹി അല ത്വഅമി. ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ചോറ്, കഞ്ഞി, കറി അതൊക്കെ കൊണ്ടുവെക്കല്ലോ. അതേമാതിരി തന്നെ ഫ്രൂട്ട്സുകളും കൊണ്ടുവെക്കും. എന്നിട്ട് കിതാബ് പറയുന്നുണ്ട് മിൻ ആദാത്തിന തഖീറു തനാവുലിൽ ഫാക്കിയത്തി ബഅദ ത്വഅമി. നമ്മളെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സുകൾ കഴിക്കല്. അത് നമ്മളെ പതിവാണ്. അതല്ല ശരി. ലാക്കിൻ ഖാലൽ ഇമാമു മുഹമ്മദുൽ ഗസാലിയും റഹിമഹുല്ലാഹ്, അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, തർത്തീബുൽ അത്ഇമത്തി ബിതഖ്ദീമിൽ ഫാക്കിഹത്തി അവ്വലൻ ഇൻ കാനത് ഫദാലിക ഔഫഖു ഫി ത്വിബി. ഏറ്റവും ആദ്യം ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത്, ശേഷം ഭക്ഷണം കഴിക്കണം ഉണ്ടെങ്കിൽ എന്താണ് അത് ആണ് ഔഫഖു ഫി ത്വിബി, രോഗസംബന്ധമായും ആരോഗ്യ സംബന്ധമായും ഏറ്റവും യോജിപ്പ്. ഫഇന്നഹ അസ്റഉ ഇസ്തിഹാലത്തൻ, അത് വേഗം ഭക്ഷണത്തിനെ ദഹിപ്പിക്കും തായ്ഭാഗത്ത് അത് ആദ്യം തിന്നു കഴിഞ്ഞാൽ. ഫയംബഗി അൻ തഖഅ ഫി അസ്ഫലിൽ മഅദത്തി, റങ്കുടലിൽ നമ്മളെ ഭക്ഷണ കുടലിന്റെ തായ്ഭാഗത്ത് ഭക്ഷണത്തിന് മുമ്പായി കൊണ്ട് എത്തേണ്ടത് ഫ്രൂട്ട്സുകളാണ്. വഫിൽ ഖുർആനി തംബീഹുൻ അലാ തഖ്ദീമിൽ ഫാക്കിഹത്തി ഫീ ഖൗലിഹി തആല വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി തഗ്രിൻ മിമ്മാ യസ്തഹൂൻ. ആദ്യം പറഞ്ഞ ഫ്രൂട്ട്സുകളാണ് ഖുർആനിൽ. അപ്പൊ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം ഇതാണ് കഴിക്കേണ്ടത്, ഫ്രൂട്ട്സുകൾ. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ബാക്കി ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്. മാത്രമല്ല ഹദീസിൽ കാണാം, അദക്കറ ശൈഖുൽ ഇമാം അഹ്മദ് ഖാൻ മഹാനവകൾ പറയുന്നു, അൽ ബിത്തീഹു ഖബല ത്വഅമി, ബത്ത കണ്ട് സുബ്രയിലെങ്കിൽ അത് മുന്നിലെടുത്ത് കഴിക്കല്. യഗ്സിലുൽ ബത്ന ഗസ്ലൻ, വയറിനെ നന്നായി വൃത്തിയാക്കി കഴുകുന്ന. വയദ്ഹബു ബിദ്ദാഇ അസ്ലൻ, ഒരൊറ്റ രോഗവും ഉണ്ടാവില്ല ഈ ഭക്ഷണം കഴിക്കുന്ന കാരണത്താൽ. ഉണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഫ്രൂട്ട്സുകൾ, പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതേമാതിരി ഒരു ഭക്ഷണത്തിനും നമ്മൾ എന്ത് ചെയ്യുക, കുറ്റം പറയുക അല്ലെങ്കിൽ അത് രസക്കുറവ് പറയുക, നാണങ്ങൾ തിന്നല്ലേ എണീറ്റ് പോവുക. അല്ലാതെ ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, മക്കളും അല്ലാതെ പുറക്കാരെ ശല്യപ്പെടുത്തുന്ന, എന്ത് ഉണ്ടാക്കിയാലും എത്ര ഭംഗിയാക്കി ഉണ്ടാക്കിയാലും പോരാത്ത അഴുപ്പില്ല, മറ്റില്ല, മറിച്ചില്ല അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും ഒന്നാണ്ടോട്ടം പറഞ്ഞ് ഓർമ്മപ്പെടുത്താണ്ടിരിക്കുകയും വേണ്ട. തീരെ അങ്ങനെ പറയാണ്ടിരിക്കുമ്പോൾ നമ്മളെ ഭാര്യമാരൊക്കെ ഉണ്ടാക്കും. ആ ഭാഗത്ത് ചിന്തിക്കുകയല്ല, അങ്ങനെ പോകണ്ട. പക്ഷെ കുറ്റപ്പറയുന്നവനായി മാറാനുള്ളത്. നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ പോയി പറയാം, 4 മാന്തിയുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനെ പറ്റി എന്ത് ചെയ്യത് കുറ്റം പറയുന്നത് വളരെ മോശമാണ്. അതേപോലെ തന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, നമ്മൾ ഉണ്ടാക്കാത്ത അള്ളാഹുതആല ഉണ്ടാക്കിയ പഴങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണ സാധനങ്ങളൊക്കെ അള്ളാഹുതആല ഉണ്ടാക്കി നമുക്ക് കൈകടത്തലില്ല. പഴങ്ങള്, അതിൽ തന്നെ ഫ്രൂട്ട്സുകള്, ഇതൊക്കെ ഉണ്ടല്ലോ, കാരക്ക, മുന്തിരി, ഇതൊക്കെ ഇത് നമ്മൾ കുറ്റം പറയും വളരെ വളരെ മോശമാണ്. കാരണം അള്ളാഹുതആല മനുഷ്യന്മാരെ ഒരു ബന്ധമില്ലാതെ അള്ളാഹുതആല തന്നതല്ലേ. അപ്പൊ അതിന് തീരെന്ത് ചെയ്യത് കുറ്റം പറയരുത് ഹദീസുള്ളത്. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ല സംസാരം സംസാരിക്കണം. അത് നല്ലതാണ്. ഹദീസിൽ കാമിൻ ആദാത്തിൽ മജൂസി, തീക്ക് ആരാധിക്കുന്നവരെ പതിപ്പെട്ടാണ് അസുക്കൂത്ത് ഇന്താക്കലി ത്വാമി. സംസാരം ഉണ്ടാകെ എത്ര ആളുണ്ടെങ്കിലും ഓരോന്നും ഉണ്ടാകുന്ന ദിവസം ചിന്തിച്ചു. അതെന്തല്ല നല്ലതല്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല സംസാരങ്ങൾ സംസാരിക്കണം എന്നാണ് പിന്നെ കിതാബിലുള്ളത്. അപ്പൊ അതെന്താ നിൽക്കുന്നേക്കണം. അതേമാതിരി തന്നെ
സുപ്രയിൽ വീണ് പോലെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, അത് നമ്മൾ എടുത്ത് തിന്ന് തന്നെ. ഹദീസിൽ കാണാം, മൻ അക്കല മിമ്മാ യസ്ഖുതു മിനൽ മാഇദത്തി, സുപ്രയിൽ വീണ് പോലെ നമ്മൾ എടുത്ത് തിന്നാൽ ലം യസൽ ഫീ സഅത്തിൻ മിനൽ റിസ്ഖി, ഉണ്ടോ ഭക്ഷണത്തിൽ വിഷാദ കിട്ടുന്ന. അപ്പൊ നമ്മൾ വീണ് പോയത് എടുത്ത് തിന്നാതിരിക്കരുത്. എടുത്ത് തിന്നുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് വിശാലമായ ഭക്ഷണം അല്ലാഹു തന്നുകൊടുക്കും. മക്കളും മക്കളിലും വിവരമില്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരോ തന്റെ ഇടമില്ലാത്തവരോ ഉണ്ടാവൂല. ആര് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മളെ മക്കളോ എന്തുണ്ടാവൂല, ബുദ്ധിയില്ലാത്തവരോ അല്ലെങ്കിൽ വിഡ്ഢികളോ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവൂല. അതേമാതിരി തന്നെ ഭക്ഷണത്തിന് വീണ് തിന്നാൽ മന്നക്കലമാസ്കുത്തുമിനൽ മാഇദത്തി ആസഫി സാത്തിൻ, കണ്ടോ ഒരാളങ്ങനെ എടുത്തു തിന്നുന്ന ആളാര് അവനവനെ വീണു പോകുന്നത് പിന്നെ അത് പെറുക്കി തിന്നുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവന്താണ് അവൻ ഫി സാത്തിൻ വിശാലമായ ജീവിക്കും. വി വലദിഹി, അവന്റെ മക്കളിലും അവനക്കും സുഖം ഉണ്ടാവും. അത് ഏറ്റവും മാത്രമല്ല ഹദീസിൽ കാണാം, വൽത്തിഖാത്തുൽ ഫുതാത്തി മുഹൂറുൽ ഹൂറിൽ ലീനിയാണല്ലോ. സുപ്രേന്ന് വീണ് അത് എടുത്തു തിന്നാൽ അത് ഹൂറിലീങ്ങൾ കൊടുക്കേണ്ടതായ മഹറുകളാണ് ഉണ്ടല്ലേ. വൽത്തിഖാത്തുൽ ഫുതാത്തി മുഹൂറുൽ ഹൂറിൽ ലീനി, ആ നിലക്കാണ്. അപ്പൊ അതുകൊണ്ട് വീണു വന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, അത് ഒഴിവാക്കിയ അല്ലെങ്കിൽ നമ്മൾ വില വെക്കാണ്ടൊക്കെ ഒന്നും ചെയ്യരുത്. അതേമാതിരി തന്നെ ഭക്ഷണത്തിലേക്ക് നമ്മൾ ഊതരുത്. ചൂടുള്ളാണെങ്കിലും തണുപ്പുള്ളാണെങ്കിലും ഊതിക്കഴിഞ്ഞാൽ അതിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ബിൽ ബർക്കത്തി, ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല നമ്മൾ ഊത്തുകൊണ്ട് അതിലേക്ക് ഊതുമ്പോ രോഗം ഉണ്ടായിത്തീരൂ എന്നും ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ പെരുമാറാതെ. അതേമാതിരി തന്നെ വലത്തെ കയ്യിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസോ കോപ്പയൊക്കെ പിടിക്കേണ്ടത് എന്നിട്ട് ബിസ്മില്ലി കുടിക്കണം. എങ്ങനെ കുടിക്കാത്, പിന്നെ മൃഗങ്ങൾ കുടിക്കുന്ന മാതിരി നമ്മൾ കുടിക്കാതെ ശബ്ദം ഇട്ടുകൊണ്ട് നമ്മൾ എന്തേക്കാറ് കുടിക്കാതെ നമ്മൾ കുറച്ച് അങ്ങനെ. ചില ആൾക്കാരുണ്ടല്ലോ വലിയ വലിച്ചു അങ്ങനെ, ആ നിലക്കുള്ള കുടിയൊന്നും നമ്മൾ കുടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചോദിച്ചല്ല, നമ്മളുടേതായ അതിനൊക്കെ ഇസ്ലാമിൽ ഇതുണ്ടല്ലോ. അതേമാതിരി തന്നെ പിഞ്ഞാണം, നമ്മൾ ഭക്ഷണം കഴിച്ച പിഞ്ഞാണം അത് നമ്മൾ നന്നായി വടിച്ചു തിന്നണം. അതിൽ യാതൊന്നും ഉണ്ടാവരുത്. ഹദീസിൽ കാണാം, ഇതാ ലയഖർ റജുലു, ഒരു മനുഷ്യനെ പ്ലേറ്റ് വടിച്ച് തിന്നാൽ ഇസ്തഗ്ഫറത്തുലഹുൽ ഖസ്അത്തു, വേണ്ട ആ പിഞ്ഞാണം അവന് പുറക്കല്ലത്തോടുന്ന. ഫതഖൂലു, പിഞ്ഞാണം പറയും, അല്ലാഹുമ്മ അഅ്തിഖ്ഹു മിനൻ നാർ കമാ അഅ്തഖനി മിനശ് ശൈത്താൻ. ഈ പ്ലേറ്റ് ആകുന്ന ശൈത്താന്റെ ഭക്ഷണം ബാക്കിയാ ശൈത്താൻ കഴിക്കല്ലോ, ആ ശൈത്താൻ കഴിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലേ, അതേമാതിരി അള്ളാഹു അവനെ നരകത്തെ രക്ഷപ്പെടുത്തിയ 4 പുറക്കലിനത്തോടും പ്ലേറ്റ് പുറക്കലിനത്തോടും ഉണ്ടോ. അത് മറ്റൊരു ദിവാത്തിൽ കാണാം, മൻ അകല ഫീ ഖസ്അത്തിൻ ഫലഹിസഹ, ഒരാൾ പിഞ്ഞാണത്തിൽ വെച്ച് ഭക്ഷണം കഴിച്ചു എന്നിട്ട് അതവൻ നാവുകൊണ്ട് നക്കി അതിനകത്തുള്ള ബാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇസ്തഗ്ഫറത്തുലഹുൽ ഖസ്അത്തു, ആ പ്ലേറ്റ് അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. അപ്പൊ ആ നിലക്കുള്ളൊരു ഭക്ഷണം കഴിക്കലായിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറയണ്ടായി, ലാ തദ്റൂന ഫീ അയ്യി ത്വആമികും ബർക്കത്തു, നിങ്ങൾ ബാക്കി വെച്ചതിലാണോ അല്ലെങ്കിൽ നിങ്ങൾ തിന്നതിലാണ് ബർക്കത്ത് ആർക്കും അറിയില്ല. അത് നിങ്ങൾ ഭാര്യയിട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും തിന്നാലൊന്നും ഒരു മണി പോലും ബാക്കിയാവരുത് എന്ന്. ഇന്നത്തെ സ്ത്രീയും തന്നെ ചിന്തിച്ചു നോക്കി, മക്കളും ബാക്കി എന്നിട്ട് ഒരു ഭാഗം തിന്നു ഒരു ഭാഗം ഒഴിവാക്കും, അങ്ങനെ സംഭവം ഉണ്ടാവരുത്. അതേമാതിരി തന്നെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 2 കൈ കഴുകും, വായും ശുദ്ധി കഴുകും. ഭക്ഷണം കഴിച്ചതിന്റെ സംബന്ധമാക്കും 2 കൈയും വായും കഴുകും. എന്നിട്ട് കഴിയാ പിന്നെ നമ്മള് ആ കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മുഖവും അതുപോലെ തന്നെ നമ്മളെ തലയും നമ്മളെ 2 മുട്ടും കൈ നമ്മള് അതുകൊണ്ട് തടകൽ സുന്നത്താണ് ഹദീസിൽ കാണാം. കണ്ടോ, അപ്പൊ അങ്ങനെ തടകണം ഭക്ഷണം കഴിച്ചിട്ട് കഴിയ കൈ കൊണ്ട്. അത് മസ്സുബാദത്വാമി സുന്നത്തും, അത് സുന്നത്താണെന്ന് ഹദീസിൽ കാണാം. അപ്പൊ ആ നിലക്കുള്ളൊരു ജീവിതം, ആ നിലക്കുള്ളൊരു ഭക്ഷണം കഴിക്കെടുക്കാം. ഇത് മുസ്ലിം ആ മനുഷ്യന് എല്ലാത്തിലും ഉണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. മുഅ്മിനീങ്ങളെ എല്ലാ വിഷയത്തിലും മുസ്ലിം ആവണം. വസ്ത്രം ധരിക്കുന്നതിൽ മുസ്ലിം ആവണം, അതേമാതിരി ചെരുപ്പ് ധരിക്കുന്നതിൽ മുസ്ലിം ആവണം, ചെരുപ്പിൽ മുസ്ലിം ആവണം, ഭക്ഷണം മൂത്രത്തിൽ മുസ്ലിം ആവണം, കാഷ്ടത്തിൽ മുസ്ലിം ആവണം, അത് പുറത്താക്കുന്ന മുസ്ലിം ആവണം. എല്ലാത്തിലും മുസ്ലിമിന് എല്ലാത്തിനും നിയമമുണ്ടല്ലേ, എല്ലാത്തിനും നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലക്കുള്ളൊരു രീതിയിലേക്ക് നമുക്ക് ഉണ്ടാവേണ്ടത്. കീറി പറഞ്ഞ രീതി നമുക്കൊന്നും നിലക്കും ശരിയല്ല. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭക്ഷണം മറ്റുള്ളവരെ മരത്തുനിന്ന് നമ്മളൊന്നും എടുത്ത് കഴിച്ചു പോകരുത്. അവനിഷ്ടല്ലേ നമ്മൾ കൊടുക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ഭക്ഷണം മറ്റുള്ള സാധനങ്ങളൊന്നും അവനെ അനുവാദമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവരുത്.
ആ നിലക്കുള്ള ജീവിതമൊക്കെ ഉണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ജീവിതം നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായ ഭക്ഷണം കിട്ടിയ സാലിഹ്യങ്ങൾ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.